നമസ്കാരം. കേരളത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷയും ക്ഷേമ പദ്ധതികളും ലഭ്യമാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് BPL റേഷൻ കാർഡ്. 2026 ജൂൺ 27 ആരംഭിച്ച് ജൂലൈ 17 വൈകുന്നേരം 5 മണി വരെ കേരള സർക്കാർ BPL റേഷൻ കാർഡിന് അർഹതയുള്ളവരിൽ നിന്ന് പുതിയ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. APL കാർഡ് ഉള്ളവരിൽ അർഹതയുള്ളവർക്ക് BPL കാർഡിലേക്ക് മാറാനുള്ള സുവർണാവസരം കൂടിയാണിത്. അർഹരായ എല്ലാ കുടുംബങ്ങളും ഈ അവസരം ഉപയോഗപ്പെടുത്തി അപേക്ഷകൾ സമർപ്പിക്കണം. 2026 ജൂൺ 27 മുതൽ ജൂലൈ 17 വൈകുന്നേരം 5 മണി വരെയാണ് BPL റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. ഈ തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും പരിഗണിക്കില്ല. അതിനാൽ അവസാന നിമിഷത്തേക്ക് കാത്തിരിക്കാതെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അപേക്ഷ നൽകണം. അപേക്ഷ സമർപ്പിക്കാൻ സേവനദളം പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അക്ഷയ സെന്ററുകൾ വഴിയും അപേക്ഷ സമർപ്പിക്കാം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകളിലും അപേക്ഷ ഫോം ലഭിക്കും. അപേക്ഷ ഫോം പൂരിപ്പിച്ച് എല്ലാ രേഖകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന രസീത് സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പരാതി പരിഹാരത്തിനും സ്റ്റാറ്റസ് പരിശോധിക്കാനും ആ രസീത് ആവശ്യമായി വരും. BPL റേഷൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമായ രേഖകൾ കൃത്യമായി തയ്യാറാക്കണം. ഒന്നാമതായി നിലവിലുള്ള റേഷൻ കാർഡിന്റെ പകർപ്പും APL കാർഡുള്ളവർ ആ കാർഡിന്റെ പകർപ്പ് നൽകണം. രണ്ടാമതായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന BPL സർട്ടിഫിക്കറ്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണിത്. വാർഡ് മെമ്പറുടെ ശുപാർശയോടെ അപേക്ഷ നൽകണം. മൂന്നാമതായി വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, കുടുംബത്തിന്റെ വാർഷിക വരുമാനം 25,000 രൂപയിൽ താഴെയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണിത്. നാലാമതായി ആധാർ കാർഡിന്റെ പകർപ്പ്, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആധാർ പകർപ്പ് നൽകണം. അഞ്ചാമതായി ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പ്. ആറാമതായി രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ. ക്യാൻസർ, വൃക്കാരോഗം, ഹൃദ്രോഗം, കിടപ്പുരോഗം എന്നിവ പോലെയുള്ള രോഗങ്ങൾക്ക് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് മുൻഗണന ലഭിക്കാൻ സഹായിക്കും. ഏഴാമതായി പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അപേക്ഷകന്റെ ഫോട്ടോ നിർബന്ധമാണ്. BPL കാർഡിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ 2026 വളരെ കർശനമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ മാനദണ്ഡം, കുടുംബത്തിൽ ആരും സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ പാടില്ല. സ്ഥിരം ജോലിയുള്ളവർ, കരാർ ജോലിയുള്ളവർ എന്നിവർക്ക് BPL കാർഡ് ലഭിക്കില്ല. രണ്ടാമത്തെ മാനദണ്ഡം, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ആകാൻ പാടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻ വാങ്ങുന്നവർ, കമ്പനി പെൻഷൻ വാങ്ങുന്നവർ എന്നിവർക്ക് അർഹതയില്ല. മൂന്നാമത്തെ മാനദണ്ഡം, വീടിന്റെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം. 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർക്ക് BPL കാർഡ് ലഭിക്കില്ല. നാലാമത്തെ മാനദണ്ഡം, ആദായ നികുതി അടയ്ക്കുന്നവർ ആകാൻ പാടില്ല. പാൻ കാർഡ് ഉള്ളവരും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരും അയോഗ്യരാണ്. അഞ്ചാമത്തെ മാനദണ്ഡം, അഡ്വക്കേറ്റുമാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ തുടങ്ങിയ ജോലിക്കാർ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് BPL കാർഡ് ലഭിക്കില്ല. ആറാമത്തെ മാനദണ്ഡം, പ്രതിമാസ വരുമാനം 25,000 രൂപയിൽ താഴെയായിരിക്കണം. വാർഷിക വരുമാനം 3 ലക്ഷം രൂപ കടന്നാൽ അയോഗ്യത വരും. ഏഴാമത്തെ മാനദണ്ഡം, സ്വന്തമായി ടാക്സി അല്ലാത്ത വാഹനം പാടില്ല. കാറ്, ജീപ്പ്, SUV പോലുള്ള 4 ചക്ര വാഹനമുള്ളവർക്ക് BPL കാർഡ് ലഭിക്കില്ല. ഓട്ടോറിക്ഷ, ടാക്സി എന്നിവ വരുമാന മാർഗമായി ഉള്ളവർക്ക് ഇളവുണ്ട്. എട്ടാമത്തെ മാനദണ്ഡം, വിദേശത്ത് ജോലിയുള്ളവർ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഗൾഫ്, മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ കുടുംബങ്ങൾക്ക് അർഹതയില്ല. ഒൻപതാമത്തെ മാനദണ്ഡം, ആകെ സ്ഥലവിസ്തൃതി 1 ഏക്കറിൽ താഴെയായിരിക്കണം. 2 ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ളവർക്ക് BPL കാർഡ് ലഭിക്കില്ല. പട്ടികവർഗ ഭാഗത്തിന് ഈ പരിധിയിൽ ചെറിയ ഇളവ് ലഭിക്കുന്നു. BPL കാർഡ് ലഭിക്കുന്നതിന്റെ പ്രധാന ആനുകൂല്യങ്ങൾ വളരെ വലുതാണ്. പിങ്ക് കാർഡ് അഥവാ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കാർഡ് ലഭിക്കും. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കാർഡിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഒരാൾക്ക് 5 കിലോ വീതം അരി സൗജന്യമായി ലഭിക്കും. 4 അംഗ കുടുംബത്തിന് 20 കിലോ അരി സൗജന്യം. കൂടാതെ കേരള സർക്കാരിന്റെ സംസ്ഥാന വിഹിത പ്രകാരം 1 രൂപ നിരക്കിൽ അരി ലഭിക്കും. മണ്ണെണ്ണ സബ്സിഡി നിരക്കിൽ ലഭിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഓട്ടോമാറ്റിക്കായി ഉൾപ്പെടും. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ എന്നിവയ്ക്ക് മുൻഗണന ലഭിക്കും. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ മുൻഗണന ലഭിക്കും.
കുടുംബശ്രീ വഴിയുള്ള സ്വയം തൊഴിൽ സഹായങ്ങൾക്ക് അർഹത ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും പഠനോപകരണ സഹായവും ലഭിക്കും. എല്ലാ ക്ഷേമ പദ്ധതികളുടെയും അടിസ്ഥാന യോഗ്യത രേഖയായി BPL കാർഡ് മാറുന്നു. അപേക്ഷാ പ്രക്രിയയിലെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ഒന്നാമതായി വാർഡ് മെമ്പറെ സമീപിച്ച് BPL സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുക. വാർഡ് മെമ്പർ വീട് സന്ദർശിച്ച് വരുമാന നിലയും ജീവിത സാഹചര്യവും പരിശോധിക്കും. രണ്ടാമതായി വില്ലേജ് ഓഫീസറിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങുക. വില്ലേജ് ഓഫീസർ റവന്യൂ രേഖകൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകും. മൂന്നാമതായി എല്ലാ രേഖകളും ശേഖരിച്ച് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകരുത്. നാലാമതായി സേവനതളം പോർട്ടൽ വഴിയോ അക്ഷയ സെന്റർ വഴിയോ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ നൽകിയ ശേഷം രസീത് വാങ്ങുക. അഞ്ചാമതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അപേക്ഷ പരിശോധിക്കും. വില്ലേജ് ഓഫീസർ, റവന്യൂ ഇൻസ്പെക്ടർ എന്നിവരുടെ റിപ്പോർട്ട് പരിശോധിക്കും. ആറാമതായി ഫീൽഡ് വെരിഫിക്കേഷൻ നടക്കും. താലൂക്ക് സപ്ലൈ ഓഫീസിലെ ഉദ്യോഗസ്ഥർ വീട് സന്ദർശിച്ച് വിവരങ്ങൾ പരിശോധിക്കും. ഏഴാമതായി ഗ്രാമസഭയിൽ ലിസ്റ്റ് അവതരിപ്പിക്കും. ഗ്രാമസഭ അംഗീകരിച്ചാൽ മാത്രമേ പേര് അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടൂ. എട്ടാമതായി അംഗീകാരം കിട്ടിയാൽ പുതിയ BPL കാർഡ് ലഭിക്കും. കാർഡ് കിട്ടാൻ 60 ദിവസം വരെ എടുക്കുന്നതായിരിക്കും. ഇനി അപേക്ഷ നിരസിക്കപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കണം. തെറ്റായ വരുമാന വിവരം നൽകിയാൽ അപേക്ഷ നിരസിക്കും. സർക്കാർ ജോലി മറച്ചുവെച്ചാൽ നിരസിക്കും. 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടുള്ളവർ മറച്ചുവെച്ചാൽ നിരസിക്കും. കാറുള്ളതും രേഖകൾ പൂർണ്ണമല്ലെങ്കിലും അപേക്ഷ നിരസിക്കപ്പെടും. ഒരേ വിലാസത്തിൽ 2 കാർഡ് അപേക്ഷിച്ചാലും നിരസിക്കപ്പെടും. അതിനാൽ എല്ലാ വിവരങ്ങളും സത്യസന്ധമായി നൽകണം. തെറ്റായ വിവരങ്ങൾ നൽകി കാർഡ് വാങ്ങിയാൽ കണ്ടെത്തുമ്പോൾ കാർഡ് റദ്ദാക്കുകയും നിയമ നടപടി എടുക്കുകയും ചെയ്യും. 2026 ജൂലൈ 17 വൈകുന്നേരം 5 മണിക്ക് ശേഷം അപേക്ഷ സ്വീകരിക്കുകയില്ല. അർഹതയുള്ള എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തി അപേക്ഷകൾ വേഗത്തിൽ സമർപ്പിക്കണം. അപേക്ഷ ഫോം പൂരിപ്പിക്കുമ്പോൾ എല്ലാ കോളങ്ങളും കൃത്യമായി പൂരിപ്പിക്കണം. മൊബൈൽ നമ്പർ ശരിയായി നൽകണം. SMS വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയിക്കും. അപേക്ഷ സ്റ്റാറ്റസ് സേവനതളം പോർട്ടൽ വഴിയും പരിശോധിക്കാം. പരാതി ഉണ്ടെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസറെയോ ജില്ലാ സപ്ലൈ ഓഫീസറെയോ സമീപിക്കാം. ഭക്ഷ്യവകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ 1967 വിളിക്കാം. അവസാനമായി പറയാനുള്ളത് BPL റേഷൻ കാർഡ് കേരളത്തിലെ ദരിദ്ര കുടുംബങ്ങളുടെ ജീവനാഡിയാണ്. 2026 ജൂൺ 27 മുതൽ ജൂലൈ 17 വരെയുള്ള അപേക്ഷാ കാലയളവ് സുവർണ അവസരമാണ്. കുടുംബത്തിൽ സർക്കാർ ജോലി ഇല്ലാത്തവർ, ആദായ നികുതി അടയ്ക്കാത്തവർ, 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ വീടുള്ളവർ, പ്രതിമാസ വരുമാനം 25,000 രൂപയിൽ താഴെയുള്ളവർ, 1 ഏക്കറിൽ താഴെ സ്ഥലം ഉള്ളവർ എന്നിവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. കൃത്യമായ രേഖകൾ, സത്യസന്ധമായ വിവരങ്ങൾ, സമയബന്ധിതമായ അപേക്ഷ എന്നിവയാണ് വിജയത്തിന്റെ താക്കോൽ. APL കാർഡ് ഉള്ളവരിൽ അർഹതയുള്ളവർ ഉടൻ തന്നെ അപേക്ഷ നൽകി BPL കാർഡിലേക്ക് മാറണം. കാർഡ് കിട്ടിയാൽ എല്ലാ ക്ഷേമ പദ്ധതികളുടെയും വാതിൽ തുറക്കും. അർഹത ഉണ്ടായിട്ടും അപേക്ഷിക്കാതെ പോകുന്ന ഒരു കുടുംബം ഉണ്ടാകരുത്. കേരള സർക്കാർ യഥാർത്ഥത്തിൽ അർഹരായവർക്ക് മാത്രം സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രക്രിയ നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.